സുഹൃത്തെ, ഇൻട്രോവേർട്ടുകൾ എത്ര പേര് വിജയിച്ചിട്ടുണ്ട്? വളരെ കുറച്ച് ആളുകൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നിട്ടുണ്ടാവും. ഒരു 100 ആൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 10-15 ആളുകൾ ഒന്ന് സെറ്റിലായിട്ടുണ്ടാവും. ബാക്കിയുള്ള ആളുകളെ പറ്റി ആരും ഒന്നും പറയാറില്ല. നമ്മൾ വിചാരിക്കും ഈ ഇൻട്രോവേർട്ടായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വലിയ എന്തോ കാര്യമാണ്. പക്ഷേ ഈ തോറ്റു പോകുന്ന ആളുകളെ പറ്റി ആരും എവിടെയും ഒന്നും പറയാറില്ല. ഈ രീതിയിൽ ഇൻട്രോവേർട്ടിൽ ഭൂരിഭാഗം വരുന്ന ഈ ഒരു ഫെയിലായി പോകുന്ന ആളുകളും എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോകുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. ഇത് ആരും എവിടെയും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് വലിയ എന്തോ കാര്യമാണ് എന്നുള്ള വീഡിയോസ് മാത്രമേ ഞാൻ കാണാറുള്ളൂ. ഇൻട്രോവേർട്ട് കാറ്റഗറിയിലുള്ള ഈ രീതിയിൽ ഫെയിലായി പോകുന്ന ആളുകളുടെ മിസ്റ്റേക്ക് നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പുഷ് ചെയ്യാൻ കഴിയുന്ന, നിങ്ങളുടെ മിസ്റ്റേക്ക് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കണ്ടൻറ്റായിട്ട് ഈ വീഡിയോയ്ക്ക് മാറാൻ കഴിയും. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് വരാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇൻട്രോവേർട്ടുകൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി, ഇവർ ആക്ഷൻ കൊടുക്കാൻ മടിയുള്ള ആളുകളാണ്. ഇവർക്ക് ഒരു കാര്യത്തിലേക്ക് ഒരുപാട് ചിന്തിച്ചിരിക്കാൻ അറിയാം, കൺഫ്യൂഷനുകൾ കൊടുത്തുകൊണ്ട് ഞാൻ എന്താവും എന്ന് ആലോചിച്ചിരിക്കാൻ അറിയാം. പക്ഷേ ഇവർക്ക് ആക്ഷൻ കൊടുക്കാൻ ഭയങ്കര മടിയായിരിക്കും. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള മടി. ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ എക്സസീവ് ഇമാജിനേഷനാണ്. എക്സ്ട്രോവേർട്ടുകൾക്ക് എനർജി കിട്ടുന്നത് അത്യാവശ്യം ആളുകളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോഴും ആളുകളായിട്ടൊരു സമ്പർക്കം വരുമ്പോഴൊക്കെയാണ്, ഒരുപാട് സംസാരിക്കുമ്പോഴൊക്കെയാണ് അവരൊന്ന് എനർജറ്റിക് ആവുക, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുക. പക്ഷേ ഇൻട്രോവേർട്ടുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, അവർക്ക് അവരുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാൻ കഴിയുന്ന സമയത്താണ് അവർ കൂടുതൽ എനർജറ്റിക് ആയിട്ട് അവർക്ക് തോന്നുക. ഈ ഒരു ഒറ്റയ്ക്കിരിക്കുന്ന സ്വഭാവം ഇൻട്രോവേർട്ടുകളെ എക്സ്ട്രോവേർട്ടുകളെക്കാൾ ഓവർ തോട്ട്സിലേക്ക് കൊണ്ടുപോകുന്നതാണ് പറയപ്പെടുന്നത്. കൊണ്ടുപോയിക്കോട്ടെ, പ്രശ്നമല്ല. ഈ ഇൻട്രോവേർട്ടുകളാണ് ഒരുപാട് വലിയ വലിയ ഓപ്പർച്യൂണിറ്റികൾ ഈ ലോകത്തിന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ തിങ്കിങ് ലൈഫ് തന്നെ സ്റ്റക്കായി പോകുന്നൊരവസ്ഥയിലേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിലോ, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ചിന്തകൾ മാത്രം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലോ, ഇവിടെയാണ് ഇവർ ഫെയിലായി പോകുന്നത്. ഇവരിൽ നിന്ന് ആക്ഷൻ സംഭവിക്കാതെ, കയ്യും കാലും അനങ്ങാതെ ചിന്ത മാത്രം കൊടുത്തുകൊണ്ട് ഇവരിങ്ങനെ ജീവിച്ച് പോവുകയാണെങ്കിൽ ഇവർ, ഞാൻ ആ പറഞ്ഞ ഒരു 85% ഫെയിലായി പോകുന്ന ഇൻട്രോവേർട്ട് കാറ്റഗറിയിലേക്ക് മാറിപ്പോവും. ഇവരെ പറ്റി ആരും എവിടെയും സംസാരിക്കുന്നത് ഞാൻ കേൾക്കാറില്ല. അത്യാവശ്യം വലിയ വലിയ ആളുകളൊക്കെ ഇൻട്രോവേർട്ട് ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കും അറിയാം. പക്ഷേ ഇവരിങ്ങനെ എന്നും ഇൻട്രോവേർട്ടായിട്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കുക മാത്രമാണോ ചെയ്തത്? ഇവിടെയാണ് ഇപ്പോൾ ഫെയിലായി പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മാറി ചിന്തിക്കേണ്ടത്. പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ വിജയിച്ചു എന്ന് പറയുന്ന ഇൻട്രോവേർട്ടുകളൊക്കെ ആക്ഷൻ കൊടുക്കാനുള്ള സമയം കണ്ടെത്തിയിരുന്നു. ഇരുന്ന് മെനക്കെട്ട് എഴുതാൻ, അഭിനയിക്കാൻ, ഒറ്റയ്ക്കിരുന്ന് അവരുടേതായ വാസനകൾ കണ്ടെത്തി അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ അവർ തയ്യാറായിരുന്നു. ഇതിന് തയ്യാറാവാതെ നമ്മളിങ്ങനെ എക്സസീവ് ഇമാജിനേഷൻ മാത്രം കൊടുത്ത് ജീവിച്ചുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും മാറ്റം ലൈഫിലുണ്ടാവുമോ? ഉണ്ടാവില്ല സുഹൃത്തെ, ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇവിടെയാണ് നമ്മൾ മാറി ചിന്തിക്കണം എന്ന് ഞാൻ പറയുന്ന കാര്യം. നിങ്ങൾ ഒരു ഇൻട്രോവേർട്ട് ആയിക്കോട്ടെ, വളരെ നല്ലതാണ്, ഒരു പ്രശ്നമില്ല, വെരി ഗുഡ്. നിങ്ങൾക്ക് എല്ലാവരേക്കാളും ചിന്തിക്കാനുള്ള കഴിവുകളുണ്ട്, പ്രശ്നങ്ങളിലേക്ക് പോയി പെടാതിരിക്കാനുള്ള കഴിവുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പറയാനില്ലെങ്കിൽ, നിങ്ങൾ ഇൻട്രോവേർട്ടുകളിൽ തന്നെയുള്ള ഈ നല്ല ക്വാളിറ്റിയുള്ള ആളുകളിൽ തന്നെയുള്ള ഈ ഒരു ഫെയിലിയർ കാറ്റഗറിയിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. ഇല്ല സുഹൃത്തെ. അപ്പോൾ നമുക്കിങ്ങനെ ഇരുന്ന് പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണ്ടേ? അതിന് ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് കണ്ടെത്തണം. നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ പിറകിൽ ചില പേടികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചില ഭയങ്ങൾ, നിങ്ങളറിയാതെ നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ചില പേടികൾ എക്സസീവ് ഇമാജിനേഷൻ മാത്രം നിങ്ങളിലേക്ക് തന്നുകൊണ്ട് ഔട്ട്പുട്ട് ഇല്ലാത്ത രീതിയിൽ നിങ്ങളെ സ്റ്റക്കാക്കി നിർത്താനുള്ള കാരണമാവുന്നു. ഈ പേടികളിൽ ഒന്നാമത്തെ കാര്യം എന്തായിരിക്കും അറിയോ? നോട്ട് ദ പോയിന്റ്, പെർഫെക്ഷനിസം. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എൻ്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് പോവും എന്നുള്ള ഒരു ചിന്ത, ഇതൊരു പേടി തന്നെയാണ്. ഇത് ഒരിക്കലും ഒരു പേടി മാത്രമായിരിക്കില്ല, ഇത് നിങ്ങളുടെ ഒരു വാശി കൂടിയായിരിക്കും, അല്ലേ? ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഈ ചിന്ത ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഇതെന്താവുമെന്നറിയോ? അവസാനം പുതിയ എന്തെങ്കിലും ഒരു ചിന്ത കയറി വരുമ്പോൾ അതും ഇതേപോലെ തന്നെ പെർഫെക്റ്റ് ആക്കണം എന്നുള്ള ചിന്ത ഒരുപാട് കൊടുത്ത് ഇതിങ്ങനെ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞു പോകുന്നത് നിങ്ങളറിയില്ല. ഇപ്പോൾ ഒരാൾക്ക് സിറ്റിയിലേക്കൊന്ന് പോകണം, അല്ലെങ്കിൽ വേറൊരു ഡിസ്ട്രിക്റ്റിലേക്കൊന്ന് പോകണം, ഒരാൾ കാണാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, ഇയാൾക്ക് നന്നാവാനുള്ളൊരു പോസിബിലിറ്റി ആയിരിക്കും അത്. അപ്പോൾ ഇയാൾ ചിന്തിക്കുന്നത് ഒരു 3 ദിവസം കഴിയട്ടെ, ഒരു ചെരുപ്പ് വാങ്ങിക്കാനുണ്ട്, നല്ലൊരു ഷർട്ട് വാങ്ങിക്കാനുണ്ട്, എന്നിട്ട് പോകാമെന്നൊക്കെ ചിന്തിക്കുന്ന ഇതേ ആൾക്ക് തന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഇന്ന് തന്നെ വേണമെങ്കിൽ പോകാവുന്ന കാര്യമുള്ളൂ, അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഒരു പെർഫെക്ഷനിസം വർക്ക് ചെയ്തുകൊണ്ട് ഇയാളിലേക്ക് ഈ പേടി ഇങ്ങനെ ഇയാൾ അറിയാതെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇയാൾ അതിങ്ങനെ മാറ്റി നീട്ടിക്കൊണ്ടുപോവാണ്. ഇതിനെന്താണ് പറയാമെന്നറിയോ? പ്രോക്രാസ്റ്റിനേഷൻ. ഇയാൾ അറിയാതെ തന്നെ ഈ ഭയം ഇയാളിലേക്ക് നീട്ടിവെക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ പേടി കാരണം ഇയാളുടെ നല്ല ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവും,
അത് ഇയാളിലേക്ക് ഒരു ഫെയിലറായിട്ട് ഇങ്ങനെ മാറാനുള്ളൊരു സാധ്യതയായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ ഒരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ളപ്പോൾ ഇങ്ങനൊരു പ്രോക്കാസ്റ്റിനേഷൻ നിങ്ങളിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അത് സംഭവിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. നിങ്ങളെ ഒരു ഫെയിലിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രധാന കാരണം അതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു പ്രോക്കാസ്റ്റിനേഷൻ നിങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതെന്തുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല, അതിൻ്റെ കാരണം എന്താണ് എന്നുള്ള ആ പേടി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം, കണ്ടെത്തണം. നമുക്ക് നേരത്തെ എടുത്ത അതേ എക്സാമ്പിൾ എടുക്കാം. എന്തുകൊണ്ട് ഞാനൊരാഴ്ച കഴിഞ്ഞിട്ട് അയാളെ കാണാൻ പോവാം എന്ന് ചിന്തിക്കുന്നു എന്നതിൻ്റെ കാരണമായിട്ട് വരുന്ന ചില പേടികളുണ്ട്. ഇത് ഒരു സാമ്പിൾ മാത്രമാണ്. നിങ്ങൾ പേടിക്കുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അതിപ്പോൾ ഈ സാമ്പിളിലൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ബസ്സിൽ പോകാനുള്ളൊരു ഹെൽത്ത് എനിക്കില്ല, ഇപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ക്യാഷ് കുറവുണ്ട്, ഇപ്പോൾ എൻ്റെ അടുത്ത് നല്ല വസ്ത്രങ്ങളൊന്നുമില്ല, എനിക്ക് നല്ലൊരു ചെരുപ്പ് വാങ്ങിക്കേണ്ടതുണ്ട്, ഇപ്പോൾ ഞാൻ ഇന്നൊരാവശ്യത്തിന് വെച്ച ക്യാഷാണിത്, ഇത് എനിക്ക് അതിലേക്ക് മാറ്റാനുള്ളൊരു താല്പര്യക്കുറവുണ്ട്, ഇപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് റെസ്പോൺസിബിലിറ്റികളൊക്കെ ഉണ്ട്, ഇതൊന്നും വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല. സുഹൃത്തെ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഒരു മടിയനാക്കി തീർക്കാൻ വേണ്ടി തോന്നിപ്പിക്കുന്ന വെറും കാരണങ്ങൾ മാത്രമാണ്. ഇതൊന്നും റിയൽ അല്ല. നിങ്ങൾ വിചാരിച്ചാൽ ഈ മൊമെൻറ്റിൽ നടക്കുന്നൊരു കാര്യമുള്ളത്. അപ്പോൾ മനസ്സ് പറയുന്ന കാര്യങ്ങളിലേക്ക് ഒരുപാട് നിങ്ങളങ്ങ് ഇറങ്ങരുത്. നിങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരുപാട് ചിന്തിക്കാത്ത രീതിയിൽ അത് നടപ്പിലാക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറാൻ നോക്കുക. ലക്ഷങ്ങളുടെയും കോടികളുടെയൊക്കെ ഡീലിങ്ങുകളാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ചിന്തിച്ചോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെയുള്ള നിങ്ങളുടെ ദിവസങ്ങൾ പോക്കുന്ന, നിങ്ങളൊരു മടിയനാക്കി തീർക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഒരുപാട് ചിന്തിക്കരുത്. ഓക്കെ, അപ്പോൾ ആ പേടിക്ക് കാരണമാവുന്ന കാരണങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ അനുവദിക്കരുത്. അതിനെ വെറുതെ വിട്ടുകൊടുക്കരുത്. മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിൽ കിട്ടണം. ആ പേടി നിർമ്മിക്കാൻ നിങ്ങളുടെ ബ്രെയിനിന് ഒരു സമയം നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ടുള്ള പ്രസൻറ്റ് ടെൻസിൽ ജീവിക്കുന്ന ഒരു സക്സസ്ഫുൾ ഇൻട്രോവേർട്ടായിട്ട് മാറും. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഞാൻ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻട്രോവേർട്ടാണ് എന്ന് പറയുന്ന പല ആളുകളും ഈ രീതിയിൽ ഡിസിപ്ലിനോടുകൂടി വർക്ക് ചെയ്ത ആളുകളായിരുന്നു എന്നുള്ളത് അവരെവിടെയും പറയാത്തൊരു കാര്യമാണ്. നിങ്ങളും ഓവർ തോട്ട്സ് കൊടുക്കാനുള്ള സമയം നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കരുത്. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. ചെയ്യാനുള്ളത് അന്നൊന്ന് എനർജറ്റിക് ആയിട്ട് ചെയ്തു പോവുക. നിങ്ങൾ ആരോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ചെയ്യുക, അത്രേ വേണ്ടുള്ളൂ. ഈ ടോപ്പിക് ഇങ്ങനെ മൊത്തത്തിൽ വൈഡായിട്ട് പറയാൻ എനിക്ക് കഴിയുന്നുള്ളൂ, ഒരു പോയിൻ്റായിട്ട് പറയാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിൽ നിന്ന് പോയിന്റുകൾ ക്യാച്ച് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി സുഹൃത്തെ, രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരു സക്സസ്ഫുൾ ഇൻട്രോവേർട്ടാണെന്ന് സ്വയം വിശ്വസിക്കുക. ഞാനൊരു ഇൻട്രോവേർട്ടാണെന്നും പറഞ്ഞിങ്ങനെ മടിച്ചിരിക്കാതെ ഞാനൊരു സക്സസ്ഫുൾ ഇൻട്രോവേർട്ടാണ്, ഞാനൊരു ഡിസിപ്ലിനുള്ള ഇൻട്രോവേർട്ടാണ്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അന്നന്ന് ചെയ്തു പോകുന്ന ഒരു ഇൻട്രോവേർട്ടാണെന്നുള്ളത് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊടുക്കുക, വിശ്വസിക്കുക, ചെയ്ത് കാണിക്കുക. ചെയ്ത് കാണിക്കേണ്ടത് ആരാണെന്നറിയോ? നിങ്ങളെ തന്നെ, വേറെ ആരെയല്ല. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻട്രോവേർട്ടുകൾ സക്സസ് ആകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരൊന്നും എക്സസീവ് ഇമാജിനേഷൻ്റെയും ഓവർ തോട്ട്സിൻ്റെയും പിടിയിൽ അവരെ തളച്ചു വെച്ച ആളുകൾ അല്ലായിരുന്നു. അന്നന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ആരെയും ഭയക്കാതെ ഡിസിപ്ലിനോടുകൂടി ചെയ്ത ആളുകളായിരുന്നു. നിങ്ങളിൽ നിന്ന് വരാൻ പോകുന്ന ഔട്ട്പുട്ടുകളെ പെർഫെക്റ്റ് ആക്കിയെടുക്കണം എന്നുള്ളൊരു ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭയത്തിനെ ഒന്ന് ഓവർകം ചെയ്യാൻ നോക്കുക, ഒന്ന് മാറ്റിയെടുക്കാൻ നോക്കുക. അത് നിങ്ങളെക്കൊണ്ട് മാത്രമേ സാധിക്കൂ. അതിന് മെഡിറ്റേഷൻ വേണ്ടി വരും, പ്രാർത്ഥന വേണ്ടി വരും, ആ വിഷയത്തിന് നല്ല അറിവ് വേണ്ടി വരും. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. മറ്റുള്ളവരെ പറ്റി ഒരുപാട് ചിന്തിക്കാതിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്യാം. ഞാൻ ഇവരെ പോലെ ആയിരിക്കണം എന്നുള്ള രീതിയിലുള്ള കോപ്പി അടികൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളുടേതായ യുണീക്ക്നെസ് നിങ്ങളുടെ ഔട്ട്പുട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. താങ്ക് യു.